രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? എല്ലാവർക്കും പൊന്നണിക്കാട് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ വിജയദശമി ദിന ആശംസകൾ. ഏകദേശം 1500 വർഷത്തിൽ പരം പഴക്കമുള്ള ഈ ക്ഷേത്രം പ്രധാനമായിട്ടും അസുഖബാധിതരായ ആൾക്കാരായ ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും വരുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും. അതിനനുസരിച്ച് മറ്റുള്ളവരും വരുന്നുണ്ട്. എന്നിലും കൂടുതൽ ആൾക്കാരും ഞാൻ കാണുന്നത് പല പ്രശ്നങ്ങളിലും അകപ്പെട്ട് വന്ന് പ്രാർത്ഥിച്ച് സുഖമായിട്ട് ഭേദമായിട്ട് വീണ്ടും വന്ന് അവർ ദൈവത്തിനോട് നന്ദി പറയുമ്പോൾ വാസ്തവത്തിൽ മനസ്സും കണ്ണും നിറയാറുണ്ട്. ഈ ധന്വന്തരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി പൊടിയാട് മടത്തിൽപ്പടി എന്ന സ്ഥലത്താണ്. മലപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ ഏകദേശം 4.5 കിലോമീറ്റർ കഴിഞ്ഞാൽ പൊടിയാട് എന്ന ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊണ്ടോട്ടി പൂക്കോട്ടൂർ ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ പൂക്കോട്ടൂർ കഴിഞ്ഞ് ഏകദേശം ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഒരു ചെറിയ ഒരു ബസ് സ്റ്റോപ്പും പുതുതായി പണി കഴിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ കുറേ കാലം കൊണ്ട് നിർജീവ അവസ്ഥയിലായിരുന്നു. ഏകദേശം 4-5 വർഷത്തിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി അനുദിനം വർദ്ധിക്കാൻ തുടങ്ങിയത്. അതിന് പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ വളരെ ശക്തരായ ഒരു ഭാരവാഹികൾ കിട്ടിയത് ഈ ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദേശത്തുകാരുടെയും വളരെ സൗഭാഗ്യമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ഭവാനി, വേറെ ഒരു സെക്രട്ടറി റീന ഷാജി, ട്രഷറർ അമർനാഥ്, വൈസ് പ്രസിഡന്റ് ഉണ്ണി പാറക്കാട്, പ്രസിഡന്റ് സിന്ധു വിജയകുമാർ, മാനേജിംഗ് ട്രസ്റ്റി രാംമോഹൻ. മൂകാംബിക പോയത് കാരണം ഇന്ന് സ്ഥലത്തില്ല. രാംമോഹൻ ചേട്ടൻ്റെ അഭാവം ഈ സമയത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പുള്ളിക്കാരനും എല്ലാ കാര്യത്തിലും വളരെ ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങൾ നടത്താൻ മുൻനിരയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഏരിയ ഏകദേശം 2 ഏക്കറോളം ക്ഷേത്രത്തിൻ്റെ മാത്രം വസ്തുവകകളുണ്ട്. നല്ലൊരു ക്ഷേത്രക്കുളമുണ്ട്, ഭംഗിയായ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഊട്ടുപുരമുണ്ട്. ഇവിടുത്തെ തിരുമേനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ട്. എല്ലാവർക്കും വരാനും പോകാനും വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം. പാർക്കിംഗ് ഏരിയ, ആവശ്യത്തിനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. എല്ലാം കൊണ്ടും ഇവിടെ വന്നു പോയവർ നല്ലൊരു ഫീഡ്ബാക്കാണ് ഈ കാര്യത്തിൽ ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട്. നിങ്ങളുടെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ എന്തോ ഒരു അനുഭൂതി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. വന്നതിന് ശേഷം ഇരിക്കുമ്പോൾ പറയാറുണ്ട്, വാസ്തവത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്ന പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ വളരെ സന്തോഷം തോന്നാറുണ്ട്. ബാക്കി കാര്യങ്ങൾ ട്രഷറർ അമർനാഥ് ക്ഷേത്രത്തിനെ പറ്റി ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമസ്കാരം. ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രധാന ഒരു വഴിപാട് രോഗശമന പുഷ്പാഞ്ജലിയാണ് ഇവിടെ. അതേപോലെ ധന്വന്തരി പൂജ, ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരുവിധം ഭിക്ഷകരന്മാർ, വൈദ്യന്മാർ, അതുപോലുള്ള എല്ലാ മാസവും സ്ഥിരമായിട്ട് ഇവിടെ വന്ന് വഴിപാട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രോഗങ്ങളുടെ ആചാര്യൻ, ആയുർവേദത്തിൻ്റെ ആചാര്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ധന്വന്തരിനെ ഉപാസിക്കുന്നത്. അതിൻ്റെ പുറമെ
ഞങ്ങൾ പ്രധാനമായിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് ധന്വന്തരി ഹോമം. അടുത്ത ഡിസംബർ 28 സമയം കണ്ടിട്ടുണ്ട്. എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഇപ്പോൾ നടത്തി പോരുന്നുണ്ട്. നല്ല അഭൂതപൂർവമായ ജനപങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഖണ്ഡനാമ യജ്ഞം ഞങ്ങളെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കാറുള്ളത്. അതും മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ് നടക്കാറുള്ളത്. അതിന് നല്ല പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. പിന്നെ പ്രതിഷ്ഠാദിനം അതുപോലുള്ള ഞങ്ങളെ മാതൃസമിതി എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. അവർ നാരായണീയായിട്ടും സഹസ്രനാമമായിട്ടും എല്ലാ സമയങ്ങളും ആചാര്യൻ സുനന്ദൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എപ്പോഴും ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കലുണ്ട്. ഹരേ കൃഷ്ണ. ഞാൻ ജനിക്കുമ്പോൾ മുതൽക്കുള്ള കാണുന്ന അമ്പലമാണ് ഈ ധന്വന്തരി ക്ഷേത്രം. അന്നൊന്നും ഇത്ര വിപുലമായിട്ട് ഇവിടെ ഒന്നും ഒരു കാര്യം നടന്നു പോകുന്നില്ല. പിന്നെ സാധാ ഒരു പൂജ ഉണ്ടാവും. പിന്നെ കുറേ കാലം പൂജ ഇല്ലാതെ നിന്നു. പിന്നെ കുറച്ച് അമ്മമാർ ചേർന്നിട്ട് പൂജയൊക്കെ നടത്തി അങ്ങനെ കൊണ്ട് നടന്നു. ഇപ്പോൾ വളരെ വിപുലമായിട്ടാണ് എല്ലാ കാര്യവും. ഓരോ ഉത്സവം ഓരോ വിശേഷപ്പെട്ട ദിവസവും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് കമ്മിറ്റീൻ്റെ ട്രസ്റ്റ് ബോർഡിൻ്റെ എല്ലാ അംഗങ്ങളുടെയും ഞങ്ങൾ ആചാര്യൻ നാരായണീയം പഠിപ്പിച്ച് തരുന്ന ആചാര്യൻ അവരെയൊക്കെ എല്ലാവരും പങ്കാളിത്തത്തോടു കൂടി നല്ല രീതിയിൽ ഈ അമ്പലം നടന്നു പോകുന്നുണ്ട്. ഇവിടുത്തെ ഭഗവാന്റെ അടുത്ത് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ആ നടക്കിൽ പോയി നിന്ന് കൈ കൂപ്പി പ്രാർത്ഥിച്ചാൽ മാറും. അത് എൻ്റെ ഒരു അനുഭവമാണ്. അതൊരു സത്യമായ കാര്യമാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അത് ആർക്കായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കും. അനുഭവം കൊണ്ട് നമുക്ക് തിരിച്ചറിയും. അത്ര അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് എല്ലാവരും വരിക, ഭഗവാനെ തൊഴുക. എന്ത് രോഗത്തിനും ഒരവസാന വാക്ക് ഇവിടെ ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് ധന്വന്തരി ദേവൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ആളാണ്. അതൊക്കെ പറയാനുള്ളൂ. നമസ്കാരം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാ?